സെപ്റ്റംബർ 2026 CA ഫൗണ്ടേഷൻ്റെ എക്സാമിനേഷന് വേണ്ടി നിങ്ങൾ ഇപ്പോഴും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ലോ എന്ന് പറയുന്നത് അത്യാവശ്യം ഡിഫിക്കൽട്ട് പേപ്പറാണ്. നിങ്ങൾ ആൾറെഡി ചിലപ്പോൾ മെയ് എക്സാമിനേഷൻ എഴുതിയിട്ടുണ്ട്, റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരിക്കും. അപ്പോൾ അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ, നല്ലപോലെ റിസൾട്ട് വരട്ടെ, പാസ്സാവട്ടെ. ഇത് നമ്മൾ CA ഫൗണ്ടേഷൻ സെപ്റ്റംബറിന് വേണ്ടിയും അതിനുശേഷവും പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ്. എന്തുകൊണ്ടാണ് ലോ എന്ന് പറയുന്നത് ഇത്രയും ഡിഫിക്കൽട്ടായിട്ട് വരുന്നത്, അതെങ്ങനെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചില മെത്തഡോളജി, നമ്മൾ ഇത്രയും വർഷം സ്റ്റുഡൻസിൽ നിന്നും കിട്ടിയ ഫീഡ്ബാക്കും നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ലോ എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ട് സബ്ജക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരിക്കലും തന്നെ മാറില്ല. അത് എൻഷുർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ കൺസെപ്റ്റ് എന്താണ്, വൈ CAയുടെ ലോ എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആവുന്നത്. എപ്പോഴും എന്തുകൊണ്ടാണ് CA ഫൗണ്ടേഷൻ്റെ ലോ എപ്പോഴും ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ നിങ്ങളെ പേടിപ്പെടുത്തുന്ന രീതിയിലൊരു സംഭവമാണ് CA ഫൗണ്ടേഷൻ്റെ ലോ എന്ന് പറയുന്നത്. ആദ്യമേ ഒരു ജനറൽ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു മൈൻഡ് സെറ്റിൻ്റെ പ്രശ്നമാണ്. കാരണം അത്രേ ഉള്ളൂ എന്ന് തന്നെ ആദ്യമേ വിചാരിക്കുക. ഇപ്പോൾ ഒരു CS പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച്, അതായത് കമ്പനി സെക്രട്ടറി, മെജോറിറ്റി എല്ലാ സബ്ജക്റ്റും ലോ പേപ്പറാണ്. അതായത് നിങ്ങൾ ഈ പഠിക്കുന്ന ഒരു ലോ എന്ന് പറയുന്നത് നമ്മളുടെ അവിടെ മെജോറിറ്റി എല്ലാ ലോയാണ്. നമുക്കവിടെ മിനിമം സബ്ജക്റ്റ് എന്ന് പറയുന്നത് അക്കൗണ്ട്സ് എന്നൊരു സബ്ജക്റ്റാണ്, അല്ലെങ്കിൽ നമുക്ക് ടാക്സേഷൻ സബ്ജക്റ്റാണ്. അത് CS സ്റ്റുഡൻസിനെ സംബന്ധിച്ച് കുറച്ച് കൂടുതൽ ഡിഫിക്കൽട്ടാണ്. അവരുടെ മെൻറ്റാലിറ്റിയിൽ പ്രാക്ടിക്കൽ എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടും തിയറി എന്ന് പറഞ്ഞ് എളുപ്പമാണ്. അപ്പോൾ ആദ്യമേ മനസ്സിലാക്കുക, ഇത് നമ്മുടെ മെൻറ്റാലിറ്റിയുടെ പ്രശ്നമാണ്. എന്നാലും ഇതിന് അത്ര റോളൊന്നുമില്ല. കാരണം ഈ മെൻറ്റാലിറ്റി എന്ന് പറയുമ്പോൾ എന്തായാലും നമ്മുടെ വന്നൂല സർ, മെൻറ്റാലിറ്റി മാറ്റാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് എന്തൊക്കെ നമുക്കപ്പോൾ മാറ്റാം. അപ്പോൾ ആദ്യമേ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് കൺസെപ്റ്റ് എല്ലാം തന്നെ മനസ്സിലാക്കി നമ്മൾ ഉറപ്പുവരുത്തുക. കാരണം CA ഫൗണ്ടേഷനിൽ പല രീതിയിലും, ഇപ്പോൾ എല്ലാ രീതിയിലും നിങ്ങൾ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ക്ലാസ്സിൽ കിടന്ന് ഉറങ്ങാം, ചിലപ്പോൾ നമ്മൾ ക്ലാസ്സിൽ ആബ്സെൻ്റ് ആകാം. അപ്പോൾ ഈ ഒരു സമയത്ത് സ്റ്റുഡൻസ് ഡൗട്ട് ചോദിച്ച് അത് ക്ലിയർ ചെയ്യുന്നതിന് തന്നെ വളരെ കുറവാണ്. നമ്മൾ ഈ കണ്ടതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ വളരെ കുറഞ്ഞ രീതിയിൽ സ്റ്റുഡൻസ് മാത്രമാണ് ആ ടോപ്പിക്സ് ഒക്കെ പിന്നീട് വന്ന് ക്ലിയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവിടെ സെൽഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ചെയ്യുന്നത്. ഒരു നിയമം അതിനെ പല രീതിയിലും വ്യാഖ്യാനിക്കാം, പല രീതിയിലും സന്ദർഭം അനുസരിച്ച് നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും. അപ്പോൾ നമ്മളുടെ നിയമത്തിൽ ലോയ്ക്കൊരു കണ്ടെക്സ്റ്റ് ഉണ്ട്, ലോയ്ക്കൊരു സാഹചര്യമുണ്ട്. അതിനൊത്ത വിവരണമാണോ നമ്മൾ ചെയ്തിരിക്കുന്നത് എന്ന് എൻഷുർ ചെയ്യണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ആ ക്ലാസ് ഫുള്ളായിട്ട് കാണുക എന്നൊരു സംഭവമാണ്. ഇതിനു വേണ്ടി ചെറിയ രീതിയിൽ നമുക്ക് സഹായിക്കാൻ പറ്റും. നമ്മളുടെ സുപ്പാബ് ലേണിങ്ങിൻ്റെ ഒരു ക്ലാസ്, ഈ ക്ലാസ് എന്ന് പറയുമ്പോൾ വെറും ഒരു ക്ലാസ് മാത്രമല്ല, നമുക്ക് 20 ഹവേഴ്സിൻ്റെ എൻറ്റയർ കൺസെപ്റ്റ് കവർ ചെയ്യുന്ന ഒരു ക്ലാസ്സും പ്ലസ് 350+ കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസും 100+ ഡയറക്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. അത് ആൾറെഡി നമ്മൾ ആ ഒരു ക്ലാസ് ഡിസ്കസ് ചെയ്യുമ്പോൾ അവിടെ തന്നെ പറയുന്നുണ്ട്. ഇതല്ലാതെ ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ഡയറക്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഫസ്റ്റ് ഓഫ് ഓൾ ഈ കൺസെപ്റ്റ് എല്ലാം തന്നെ ക്ലിയർ ചെയ്യുമ്പോഴേ ഒരു കോൺഫിഡൻസ് ബിൽഡ് ആവും. അതായത് ഒന്നും അറിയത്തില്ല എന്നൊരു സ്റ്റേജിൽ നിന്നും എന്തെങ്കിലും നമ്മൾ പഠിച്ചു എന്നൊരു സ്റ്റേജിലേക്ക് ഫസ്റ്റ് പോവുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം. അണ്ടർസ്റ്റാൻഡിങ് എന്ന കൺസെപ്റ്റ് ചെയ്താൽ ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു എന്ന് വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് ബിൽഡ് ആയോ? രണ്ടാമത്തെ സ്റ്റെപ്പിൽ മെജോറിറ്റി സ്റ്റുഡൻസിന് പറ്റുന്നൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ എക്സാം എങ്ങനെ ആയിരിക്കുമെന്നറിയില്ല. ഇവിടെ നമ്മൾ 350+ കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ 100+ DTQs മാത്രമേ ഡിസ്കസും ചെയ്യുന്നുള്ളൂ. ഒരു രീതിയിൽ പറയുമ്പോൾ നിങ്ങൾ എക്സാമിൻ്റെ ആൻസർ ഷീറ്റ്, ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടുണ്ടോ പ്രോപ്പറായിട്ട്? അതിൻ്റെ അകത്ത് ഈ ഒരു സിലബസിൽ ആവറേജ് 50-50 എന്ന് പറയുന്നത് 50 ഡയറക്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും 50 കേസ് സ്റ്റഡി ബേസ്ഡ്. ATQ എന്ന് പറഞ്ഞാൽ അപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, ഇതാണ് ക്വസ്റ്റ്യൻസ്. എന്നാലും 50% എവിടെയാണ്? ഡയറക്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾ ഈ +2ലും അല്ലെങ്കിൽ ഡിഗ്രിയിലൊക്കെ നിങ്ങൾ ഡിഗ്രിയിൽ പഠിച്ച ചിലർ ഇപ്പോൾ ഫൗണ്ടേഷൻ ഡിഗ്രി കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പഠിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ചെറിയ രീതിയിൽ നോക്കുമ്പോൾ നമ്മുടെ ഈ മെജോറിറ്റി സ്റ്റുഡൻസ് എല്ലാം തന്നെ കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസിന് ഭയങ്കര എഫേർട്ട് ഇട്ട് അതിനെ ഭയങ്കര ഡിഫിക്കൽട്ട് ആക്കുന്നു. ആദ്യത്തെ ഒരു മാസം ക്ലാസ്സിൽ തന്നെ ഈ കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ ഒരുപാട് പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിലബസ് വാസ്റ്റാണ്, അത്യാവശ്യം നല്ല വാസ്റ്റാണ്. അതെങ്ങനെ മനസ്സിലാക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ലാംഗ്വേജ് കുറച്ച് ബുദ്ധിമുട്ടാണ്. 100ൽ 100 മാർക്ക് എടുക്കാൻ ശ്രമിക്കുന്നതും ഒരു പ്രശ്നം തന്നെയാണ്.
ഒരിക്കലും അത് പോസിബിളായ ഒരു കാര്യമല്ല 100-ൽ 100 കിട്ടുക എന്ന് പറയുന്നത്. ഞാനിവിടെ സംസാരിക്കുന്നത് 100-ൽ 100 കിട്ടാൻ കേപ്പബിൾ ഉള്ള സ്റ്റുഡൻസും 100-ൽ 40 രീതിയിൽ ട്രൈ ചെയ്യുന്ന ആൾക്കും എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ്. ഒരിക്കലും നിങ്ങൾക്ക് ഔട്ട് ഓഫ് ഔട്ട് കിട്ടത്തില്ലെന്നോ അത് അത്രയും ഇമ്പോസിബിൾ ആയ ഒരു കാര്യമാണെന്നോ എന്നല്ല ഞാൻ പറയുന്നത്. നമ്മളുടെ ആദ്യത്തെ ശ്രമങ്ങൾ എങ്ങോട്ട് പോകുന്നു എന്നാണ് ഇമ്പോർട്ടൻറ്റ്. 100% എൻറ്റയർ സിലബസ് കവർ ചെയ്യാൻ ഈ 4 മാസം 5 മാസം ഒന്നും പോരാ. നമുക്ക് ബാക്കി സബ്ജക്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പിൽ ഇതിനെ തന്നെ എന്ന് പറയുകയാണെങ്കിൽ 40 മാർക്ക് എത്തിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം അത് ആലോചിക്കുക. ആ 40 മാർക്ക് എത്താൻ വേണ്ടി നമ്മൾ 50-ൽ 40 കിട്ടിയാൽ തന്നെയും നമ്മുടെ പാസിങ്ങിന് അവിടെ വന്നു. സാറേ 50-ൽ 40 കിട്ടുമോ? വെച്ചേക്ക് 50-ൽ 40 കിട്ടുന്നു. നമ്മൾ എന്താ അപ്പോൾ പഠിക്കുന്നത്? നമ്മൾ പഠിക്കുന്നത് ആകെപ്പാടെ ഡയറക്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാത്രമാണ്. ഇത് ICAയുടെ പാറ്റേൺ ആണ്. ICA മാറ്റില്ല. ഈ ഒരു സിലബസ് കഴിയുന്നതോടെ വരെ ICA മാറ്റില്ല. അതുകൊണ്ട് ആദ്യമേ ഈ മൈൻഡ് സെറ്റ് എന്തായാലും ഇങ്ങനെ വരാത്തത് കൊണ്ട് നമ്മളുടെ സബ്ജക്റ്റിൽ കോൺഫിഡൻസ് ആകാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് സിലബസ് പഠിക്കാൻ ബുക്കുണ്ടോ ആ രീതിയുടെ ക്ലാസ് നോട്ട്സ് റെഫർ ചെയ്യണം. ഇപ്പം നമ്മുടെ 200 പേജസ് ഉള്ള ഒരു ക്ലാസ് നോട്ട് ഉണ്ട്. ഞാൻ പ്യൂർലി ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് പറയുന്നതല്ല. എന്താണോ നമ്മൾ ചെയ്യുന്നത് അതിനെക്കുറിച്ച് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നതാണ്. 200 പേജസിൽ എൻറ്റയർലി സിലബസ് കവർ ചെയ്യുന്ന വിത്ത് ലേറ്റസ്റ്റ് അമെൻമെന്റ് എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ക്ലാസ് നോട്ട്. ഈസിയായിട്ട് നിങ്ങൾക്ക് ലാംഗ്വേജ് മനസ്സിലാകും. എല്ലാ കേസ് ലോസും കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്. അപ്പോൾ അങ്ങനെ വായിക്കും നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസെപ്റ്റ് ഈസി ആയിട്ട് മനസ്സിലാവുകയും ചെയ്യും. കുറഞ്ഞ സമയത്തിൽ സിലബസ് കംപ്ലീറ്റ് ആകും. അപ്പോൾ കൺസെപ്റ്റ് എന്ന ഈ ഒരു സ്റ്റെപ്പിലേക്ക് നിങ്ങൾക്ക് അതിന് ഹെൽപ്ഫുൾ ആവുകയും ചെയ്യും. അപ്പോൾ രണ്ടാമത് ഈ ഒരു എക്സാമിന്റെ പാറ്റേൺ 50-50 മനസ്സിലാക്കി കഴിഞ്ഞ് ആദ്യത്തെ 50 ഡയറക്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ കേസ് സ്റ്റഡിയിലേക്ക് പോയാൽ മതി. ഈ കേസ് സ്റ്റഡിയുടെ പ്രശ്നം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു പാറ്റേൺ പല സമയത്തും ഇല്ല. നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ അതിന് പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻസിൽ. അതായത് പ്രൊവിഷൻ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. പ്രൊവിഷന്, ഫാക്ട്സ്, കൺക്ലൂഷൻ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ ഡിസ്കസ് ചെയ്യുന്നത്. പ്രോപ്പറായിട്ട് ICA ചുമ്മാ എന്താണ് ഐം നോട്ട് സെയിങ് ലൈക്ക് ദാറ്റ്, പക്ഷെ സ്റ്റിൽ ICA അതിനെ ഒരു പ്രൊവിഷൻ, ഫാക്ട്, കൺക്ലൂഷൻ ഹെഡിങ് വെച്ചിട്ടല്ല നമുക്ക് തരുന്നത്. അപ്പോൾ നമ്മൾ അതിനൊരു യൂണിഫോം പാറ്റേൺ ഫോളോ ചെയ്യണം. എപ്പോഴും യൂണിഫോം പാറ്റേൺ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ പാറ്റേണിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ പ്രശ്നം നമ്മളൊരു പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അതൊരു പ്രശ്നമായിട്ട് മാറും. അപ്പോൾ പ്രൊവിഷനും ഫാക്റ്റും കൺക്ലൂഷൻ എന്നൊരു സംഭവം നമ്മൾ സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം വരുന്ന ക്വസ്റ്റ്യൻ ആണ് ആൾട്ടർനേറ്റീവ് ആൻസർ. ഒരു ക്വസ്റ്റിന് 2 ആൻസർ ഉണ്ടായിരിക്കും. അപ്പോൾ ഏതിലൊരെണ്ണം നമ്മൾ എഴുതണം. അതുകൊണ്ടാണ് ലോ എന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ അങ്ങനെയും പറ്റൂലോ ഇങ്ങനെയും പറ്റൂലോ. അപ്പം നമുക്ക് ഗ്രേസ് മാർക്ക് കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ചില സമയത്ത് സാറേ പ്രൊവിഷനും ഫാക്ട്സും കൺക്ലൂഷൻ എല്ലാത്തിനും എഴുതണോ? ഈ 2, 3, 4 മാർക്കിന് ഈ ഫാക്ട്സ് എന്ന് പറഞ്ഞ സംഭവം എഴുതിയിട്ട് കാര്യമില്ല. ഫാക്ട്സും കൺക്ലൂഷനും ഒരുമിച്ച് എഴുതണം. ഇത് ആദ്യമായിട്ട് ഫൗണ്ടേഷൻ എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ കുറച്ച് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് റിപ്പീറ്റേഴ്സിനെയും കൂടെ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് പെട്ടെന്ന് ഇത് മനസ്സിലാകുക. അല്ലാത്തൊരു പ്രശ്നമില്ല. നമ്മുടെ ഈ ക്ലാസ്സിൽ ഫുള്ളായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. ഒരു പാറ്റേൺ ഇല്ല, എത്ര എഴുതണം എന്നൊരു കൺസെപ്റ്റ് ഇല്ല. അപ്പോൾ എത്ര എഴുതണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ എക്സാം ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ വർക്കൗട്ട് ചെയ്യണം. ഈ വർക്കൗട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ സ്റ്റുഡൻസിന് പറ്റുന്ന വേറൊരു പ്രശ്നമാണ്, സാറേ ഒന്നും ഓർമ്മ നിൽക്കുന്നില്ല. ഇന്നലെ പഠിച്ചിട്ട് പിന്നെ നിങ്ങൾ എപ്പോഴാണ് പഠിക്കുന്നത്, എങ്ങനെയാണ് പഠിക്കുന്നത്? ഇപ്പോൾ എൻ്റെ ക്ലാസ് നിങ്ങൾ കേൾക്കുന്നു, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നു, ഓക്കെ, എല്ലാ സംഭവം ക്ലിയർ ആയി, സാറ് പറയുന്നത് എല്ലാം മനസ്സിലായി, എന്നിട്ടോ അതൊരു ഫേക്കാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പം ഞാൻ പറഞ്ഞു, ഫോർ എക്സാമ്പിൾ ഇത്രയും കാലം എഴുതി വെച്ചിട്ടുണ്ടെന്ന് വെച്ചോ, ഇത് ഫൗണ്ടേഷൻ നോട്ടാണ്, ഇത് നമ്മുടെ ഫൗണ്ടേഷൻ്റെ ക്ലാസ് നോട്ടാണ്. ഓക്കെ, നമ്മുടെ ഈ ക്ലാസ് നോട്ടിൽ വളരെ കൃത്യമായിട്ട് തന്നെ കേസ് ലോസും കാര്യങ്ങളും, ഇപ്പോൾ ഞാനൊരു കമ്പനീസ് ആക്ടിൻ്റെ ഒരു ചാപ്റ്റർ കാണിക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാത്തിനെയും വളരെ ഡീറ്റെയിൽ ആയിട്ട് കേസ് ലോസ് നമ്മൾ കഥകൾ പോലെ തന്നെ സീൻ ബൈ സീൻ നമ്മൾ എല്ലാത്തിനെയും ആഡ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സസ് നമ്മൾ അതായത് നമ്മൾ ഈ സ്റ്റഡി മെറ്റീരിയൽ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസിസിലാണ്. അപ്പോൾ ഞാൻ ഈ ഒരു കൺസെപ്റ്റ് ഞാൻ വായിക്കുന്നു, ഓക്കെ, സാർ പറയുന്നു, ഇങ്ങനെ ജസ്റ്റ് വായിക്കുന്നു, നിങ്ങളത് മനസ്സിലാവുന്നു, ഓക്കെ, നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ബിൽഡായി. നാളത്തെ എക്സാമിനേഷൻ നിങ്ങൾ എഴുതും, 10 ദിവസം കഴിഞ്ഞിട്ടോ ബുദ്ധിമുട്ടാകും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു കാര്യം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലേക്ക് സ്റ്റോർ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, വേർ ഇറ്റ് വാസ് ഹെൽഡ് ദാറ്റ് ഈവൻ 1 person ഈസ് ഹോൾഡിംഗ് ദ എൻറ്റയർ ഷെയർ. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ആൻസർ ഷീറ്റിൽ ഒരു പേപ്പറിൽ അതിനെ ഡിപ്ലോയ് ചെയ്യണം, എഴുതണം. ഇല്ലെങ്കിൽ 4 പേജ് വായിക്കും, ഒന്നും ഓർമ്മ ഉണ്ടാകില്ല. അതിനേക്കാളും 1 പേജ് വായിച്ച് അതിനെ എഴുതി പഠിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്.
കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോൾ, നിങ്ങൾ സെപ്റ്റംബർ എക്സാമിനേഷന് വേണ്ടി ഫസ്റ്റ് ടൈം ആണോ നിങ്ങൾ എഴുതുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ റിപ്പീറ്റ് ആണോ എഴുതുന്നത്? അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾ എന്തെങ്കിലും സ്ട്രാറ്റജീസ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന എന്താണ് വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും. ഈ നമ്പർ ഞാൻ ഇവിടെ പറയാം, 7907049994. ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ അയച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ടും ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. സുപ്പാബ് ലേണിംഗ് എന്ന് പറയുന്നത് മലയാളത്തിൽ നിങ്ങൾക്കുള്ള പ്രൊഫഷണൽ കോഴ്സസിൻ്റെ ക്ലാസ്, ഓൺലൈൻ ക്ലാസ്, റെക്കോർഡ് ക്ലാസ്സസ് നമ്മൾ കൊടുക്കുന്ന എല്ലാ സബ്ജക്റ്റിനും റെക്കോർഡ് ക്ലാസ്സസ് കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്, നിങ്ങളുടെ ചാനലാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആയാലും ഇങ്ങനെ ഫൗണ്ടേഷൻ ലോയെ ബുദ്ധിമുട്ട് വന്നെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക. ഒരുപാട് സ്റ്റുഡൻസ്, ഇപ്പോൾ ലാസ്റ്റ് നമുക്കൊരു 150+ സ്റ്റുഡൻസ് ആണ് നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ 2 monthsനുള്ളിൽ നമ്മുടെ ക്ലാസ് ബൈ ചെയ്ത് നമ്മൾ ക്ലാസ് കണ്ടത്. അപ്പോൾ അവരുടെ റിസൾട്ടിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. നിങ്ങൾക്കും ഈ ക്ലാസ്സിൽ വേണ്ടി ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം.